ഉമ്മ എന്താ പറയാ, അന്ന് രാത്രിയായപ്പോൾ ഉമ്മക്ക് പെട്ടെന്ന് വല്ലാത്തൊരു വെപ്രാളം. ഉമ്മ മരണ വെപ്രാളം പോലും ഉമ്മ കാണിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കറണ്ട് അടിക്കുന്നത് പോലെ ഉമ്മക്ക് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഫീൽ ചെയ്യുക. ഉമ്മ ഞാൻ പറഞ്ഞ നിമിഷം തൊട്ട് ഉമ്മ കരയായിരുന്നു. ആഹാരമൊന്നും കഴിച്ചില്ല, ഒറ്റ കിടപ്പം കിടന്നിട്ട് പെട്ടെന്ന് ഉമ്മക്ക് ഇങ്ങനെ ഒരു കറണ്ട് അടിക്കുന്ന പോലെ ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ് ഉമ്മ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 2013 ഈ ഷോ തുടങ്ങുന്നത്. ആ വർഷം തന്നെ അവസാനിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റിന്റെ ഒറ്റ സീസൺ കൊണ്ട് തന്നെ അവസാനിപ്പിക്കേണ്ടി വന്ന അപൂർവം ചില ഷോകളിൽ ഒന്നാണിത്. മേ ബി അന്ന് അത്ര വിജയകരമല്ലാത്തതായതുകൊണ്ടാകാം അത്. അല്ലെങ്കിൽ ഇപ്പൊ സീരിയൽ ആണെങ്കിലും റിയാലിറ്റി ഷോ ആണെങ്കിലും മാക്സിമം കൊണ്ട് നടക്കാൻ പറ്റാവുന്ന അത്രയും ഏഷ്യാനെറ്റ് കൊണ്ട് നടക്കാറുണ്ട്. എന്തായാലും 2013 ഒറ്റ സീസൺ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറയുന്ന ഈ ഷോ ഇന്ന് വീണ്ടും ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ചില എപ്പിസോഡുകൾക്ക് ഒടുക്കത്തെ റീച്ചും കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു എപ്പിസോഡ് ഈയിടെ ഞാനൊന്ന് കാണാനിടയായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി. വളരെ പോസിറ്റീവായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു കപ്പിൾ ഷോ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട കപ്പിൾസ് ചില റൗണ്ടുകളിലായി പരസ്പരം മത്സരിക്കുന്നു. അങ്ങനെ അവസാനം ഒരു വിജയിയെ കണ്ടെത്തുന്നു. അതാണ് പരിപാടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വൈറലായ എപ്പിസോഡിൽ കാണിക്കുന്നത് ആമിന ആൻഡ് നൗഫൽ ദമ്പതികളുടെ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ്. ഈ റൗണ്ടിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലത്തെ ദാമ്പത്യ ബന്ധത്തിനിടയിൽ ഭാര്യ ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ച എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുക എന്നുള്ളതാണ്. ഭാര്യയുടെ തുറന്നു പറച്ചിൽ ഇവർ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എന്നിട്ട് ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് സ്റ്റേജിൽ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ച് തുറന്നു പറച്ചിൽ പ്ലേ ചെയ്യും. അങ്ങനെ ജഡ്ജസും കാണികളും എല്ലാവരും ഒരുമിച്ചിരുന്നത് കാണും. ഇത്രയും കാലം ഭാര്യ തന്നിൽ നിന്ന് മറച്ചു വെച്ച ആ രഹസ്യം ആദ്യമായി കേട്ട് കഴിയുമ്പോഴുള്ള ഭർത്താവിന്റെ റെസ്പോൺസ് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഈ റൗണ്ടിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ രഹസ്യം കേട്ട് കഴിഞ്ഞാൽ ഭർത്താവ് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ജഡ്ജസ് ഇടപെടും. പിന്നെ ഉപദേശങ്ങളായി മോട്ടിവേഷനായി അങ്ങനെ പ്രശ്നം സോൾവ് ആക്കും. ചിലപ്പോൾ അത്രയും കാലം ഒരു പ്രശ്നവുമില്ലാത്ത കപ്പിൾസ് ആണെങ്കിൽ ഈ റൗണ്ട് കഴിയുന്നതോടെ അങ്ങ് അടിച്ചു പിരിയും. എന്തായാലും മാമിനെ തന്റെ രഹസ്യം നൗഫലിനോടും അതുപോലെ തന്നെ ലോകത്തോടും വിളിച്ചു പറയുന്ന ഈ എപ്പിസോഡിന് യൂട്യൂബിൽ ഏഷ്യാനെറ്റ് കൊടുത്ത തംബ്നെയിൽ എന്താണെന്ന് അറിയോ? ഞാൻ സൈഡിൽ കാണിക്കാം. അമ്മയോട് ചെയ്ത ക്രൂരതകൾ ഭർത്താവിന് മുന്നിൽ തുറന്നു പറഞ്ഞു മരുമകൾ. ഇതാണ് തംബ്നെയിൽ. എന്തുകൊണ്ടാണ് ഈ വീഡിയോ എത്രത്തോളം വൈറലായതിനെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. ഈ തംബ്നെയിൽ മാത്രം മതിയല്ലോ അല്ലേ? അതാണ്. എന്തായാലും നമുക്ക് ആ വീഡിയോ നോക്കാം. ഇനി നൗഫലിൽ കാണുന്ന അടുത്ത ദോഷം ഇതാണ് ആമിന കാണുന്ന എടുത്തു ചാടിയുള്ള സംസാരം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് എടുത്തു ചാടി മറുപടി പറയും. ഭയങ്കര ദേഷ്യമാണ്. വീട്ടിലെല്ലാവർക്കും പേടിയാണ് ഇക്കട ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ. ദേഷ്യം എന്ന് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ അടുത്താണ് എന്തെങ്കിലും ദേഷ്യം കാണിക്കുന്നത് എൻ്റെ അടുത്ത് തീർക്കില്ല, ഇക്കടെ ശരീരത്തിൽ തന്നെ ഇക്ക അത് തീർക്കും. ചെറിയൊരു കലിപ്പനാണല്ലേ? അല്ല, ഇതുവരെ പറയാത്ത രഹസ്യമൊക്കെയാണ് പറയാൻ പോകുന്നത്. ആമിനൊന്ന് സൂക്ഷിക്കണത് നന്നായിരിക്കും. പിന്നെ ദേഷ്യം വന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പരിപാടി ഇക്കാക്ക് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മൂപ്പര് വലിയ കടുങ്കൈ ചെയ്യുമോ എന്ന് നോക്കിയാൽ മതി. എന്തായാലും ബാക്കിയോട് കേട്ടോ. ഇതുവരെ പറയാത്ത എന്തെങ്കിലും രഹസ്യമുണ്ടോ മനസ്സിൽ? ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാവരുമായിട്ടാണ് മറച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പൊ പറയുമ്പോൾ വീട്ടിലെല്ലാരും ദേഷിക്കായിരിക്കും എൻ്റെ അടുത്ത്. ഇപ്പൊ ഇക്ക എന്നെ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് അറിയാൻ വയ്യ. അപ്പൊ ഉണ്ട് ആ ഒരു ദിവസം ഇന്നാണെന്ന് വിചാരിക്കുക. ഇക്ക അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ദിവസം ഞാൻ മറച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ രഹസ്യം മാമനെ പറയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ രഹസ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണെങ്കിൽ നൗഫൽ ഒഴികെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇത് അറിയാമെന്നുള്ളതാണ്. സ്വാഭാവികം. കാരണം അമ്മായിയും മരുമോളും തമ്മിലുള്ള പ്രശ്നമാണല്ലോ. എന്തായാലും വീട്ടുകാരൊക്കെ അറിയും. നൗഫൽ ആണെങ്കിൽ ആ സമയത്ത് ഗൾഫിലുമായിരുന്നു. അല്ല, ഒരു 10-13 വർഷം മുമ്പേ ഉള്ള അമ്മായിമ്മ മരുമോൾ പ്രശ്നം എടുത്തു വെച്ച് ഇപ്പൊ അത് കണ്ടന്റ് ആക്കാൻ മാത്രം എന്തായിരിക്കും എന്നുള്ളതായിരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ? സംഭവം സാധാരണ ഒരു അമ്മായിമ്മ മരുമോൾ പ്രശ്നമല്ലത്. കാരണം സാധാരണ മിക്കവാറും കേസുകളിൽ അമ്മായിമ്മ ആണല്ലോ പ്രതിസ്ഥാനത്ത് വരാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മരുമോളായിട്ടുള്ള ആമിനയുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റും സംഭവിച്ചിട്ടുള്ളത്. ഈ പ്രശ്നത്തിന്റെ ഭാഗമായി ഉമ്മാക്ക് മുമ്പുള്ള അസുഖം കൂടുതലാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും വരെ ചെയ്തു. എന്നിട്ട് പോലും ആ ഉമ്മ ആമിനെ കുറ്റം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, മകനായ നൗഫലിനോട് ഇതിനെ കുറിച്ചൊന്നും പറയരുത് എന്ന് എല്ലാവരോടും ചട്ടം കെട്ടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇൻട്രൊഡക്ഷനായി പറഞ്ഞതേ ഉള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആമിനയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഏറുന്നില്ല, ഞാനും എൻ്റെ ഇക്കടെ ഉമ്മായും വാപ്പായിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയായിരുന്നു ഒരു വട്ടം. അത് ഉടക്കിന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇക്കയില്ല. ഇക്ക ഗൾഫിലായിരുന്നു. ഒരു ഷോ ചെയ്യാനായിട്ട് പോയേക്കായിരുന്നു ദുബായില്. ഇക്ക ഇല്ലായിരുന്നു. 1 മാസത്തോളം ഇക്ക ഇല്ലായിരുന്നു ആ സംഭവം നടക്കുന്നത്. അതെ, ഇക്കടെ വിചാരം
ഇത്രയും നാളുമായിട്ട് ഉമ്മായും ആയിട്ടൊന്നും ഞാൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോയിക്കുന്നത്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന പുരുഷന്മാരുടെ എല്ലാം വീട്ടിൽ അയാളുടെ ഉമ്മയും ഭാര്യയും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരിക്കും എന്നുള്ളതാണ്. കാരണം നമ്മുടെ നാട്ടിലെ കല്യാണം കഴിഞ്ഞ പുരുഷന്മാരെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തന്റെ ഉമ്മാനെയും ഭാര്യയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന കാര്യത്തിലാണ്. ഉമ്മയും ഭാര്യയും തമ്മിൽ ഒടുക്കിയോ എന്നാൽ അതോടെ അവിടെ പുരുഷന്റെ സമാധാനം തീരും. ഒരുപാട് പേർക്ക് അനുഭവം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും കാലം തന്റെ ഉമ്മയും ഭാര്യയും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ച നൗഫൽ ഇപ്പോൾ യഥാർത്ഥ സത്യം അറിയാൻ പോവാണ്. എന്തായാലും മാക്കൂടി കേട്ടോക്കാം. ഞാൻ ഒരു വട്ടം മോന് ആഹാരം കൊടുക്കുമ്പോൾ എപ്പോഴും ഭയങ്കര ദേഷ്യമൊക്കെയാണ് സംസാരിക്കാറൊക്കെ ഉള്ളത്. അതിനൊക്കെ ആഹാരം കൊടുത്തോണ്ടിരുന്നപ്പോൾ ഒരു വട്ടം ഇങ്ങനെ മോനെ കിടത്തിയിട്ടാണ് എന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നപ്പോൾ ഉമ്മാനും പാപ്പ എൻ്റെ മുന്നിലിരിക്കുക. അതെന്ന് കണ്ടിട്ട് ഞാൻ ദേഷിച്ചിട്ട് എന്തു ചെയ്യുന്നത്, നീക്ക് കഴിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ കാലിനൊരു അടി കൊടുത്തു ഞാൻ. കുഞ്ഞിന് ചെറുതായിട്ട്, അന്ന് നല്ല കുഞ്ഞാണ്. ഓക്കെ, കുട്ടികൾ ആഹാരം കഴിക്കുന്ന സമയത്ത് ഉമ്മമാർ അവരെ അടിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അല്ലേ? പക്ഷെ തീരെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെ ആരും അടിക്കാറില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കുട്ടിക്ക് കുറുക്കൊക്കെ കൊടുക്കുന്ന പ്രായം എന്നായിട്ടുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ആമിന പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വയസ്സ് പോലും ആയി കാണില്ല എന്ന് തോന്നുന്നു. അത്രയും ചെറുപ്പത്തിലൊക്കെ ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിൽ കുട്ടികളെ പൊതുവെ ആരും അടിക്കാറില്ല. പക്ഷെ ഇവിടെ ആമിനയുടെ പ്രായം ഒന്ന് പരിഗണിക്കണമെന്ന് തോന്നുന്നു. നൗഫലിന് 22 എങ്ങാണ്ടും ആ പ്രായമായപ്പോഴാണ് ഇവരുടെ കല്യാണം നടക്കുന്നത്. അപ്പൊ മിക്കവാറും ആമിനക്ക് 15-16 വയസ്സെങ്ങാനുമാണ് ആയിട്ടുള്ളത്. അതായത് അവളും കുട്ടിയാണെന്ന് അർത്ഥം. എന്തായാലും ആമിന കുഞ്ഞിനെ ചെറുതായി അടിച്ചത് അമ്മായിമ്മക്ക് ഇങ്ങ് തീരെ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതിനെ കുറിച്ച് ആമിന പറഞ്ഞൊന്ന് കേട്ടോക്കാം. അപ്പോൾ അടി കൊടുത്തപ്പോൾ ഉമ്മാക്ക് അത് ഒട്ടും, ഉമ്മാക്ക് ഭയങ്കര കുട്ടികളെ അടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഭയങ്കര ഓരോ കാര്യങ്ങൾക്ക്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഉമ്മാക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഉമ്മ പെട്ടെന്ന് ചാടി കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്തിനാ നീ കുഞ്ഞിനെ അടിച്ചതെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ദേഷിച്ചു. നീ കുഞ്ഞിനെ അങ്ങനെ കുഞ്ഞിനെ ഒന്നും അടിക്കാൻ പാടില്ല, അവൻ എന്താ അറിയാം, അവൻ കഴിച്ചില്ലെങ്കിൽ കഴിക്കണ്ട, നീ കളഞ്ഞേക്ക് എന്ന് പറഞ്ഞു. സ്വാഭാവികം, പേരക്കുട്ടികൾ അടിക്കുന്ന കാണുമ്പോൾ ഏത് വല്യമ്മമാർക്കാണെങ്കിലും സഹിക്കാൻ കഴിയൂല. പ്രത്യേകിച്ച് ഇത്രയും ചെറിയ കുട്ടിയും കൂടി ആകുമ്പോൾ. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ നിന്നും അടി കിട്ടുമ്പോൾ രക്ഷിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കും അല്ലെ? എല്ലാവർക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. എന്തായാലും അമ്മായിമ്മക്ക് കുഞ്ഞിനെ അടിക്കുന്ന കണ്ടപ്പോൾ തീരെ അങ്ങ് സഹിച്ചില്ല. അമ്മായിമ്മ എന്താക്കി, അതിനെതിരെ മാന്യമായി തന്നെ അങ്ങ് പ്രതികരിച്ച്. എന്തായാലും ബാക്കിയൂടെ കേട്ടോക്കാം. ഞാൻ ആ ദേഷ്യം, മോൻ്റെ അടുത്തുള്ള ദേഷ്യമാണ് എനിക്ക് പെട്ടെന്ന് ഉമ്മായും കൂടിയാണ് പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മടുത്ത് ഒരുപാട് കയർത്ത് സംസാരിച്ചു, ഒരുപാട് ദേഷ്യം സംസാരിച്ചു. ഞാൻ ചാടി കഴിഞ്ഞിട്ട് അത് നോക്കേണ്ട കാര്യമില്ല, ഞാൻ എൻ്റെ കുഞ്ഞ, ഞാൻ നോക്കിക്കോളാം, ഞാൻ വളർത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മടുത്ത് ഒരുപാട് ഞാൻ ദേഷ്യം സംസാരിച്ചു. ഇപ്പോൾ ഞാൻ ഒരുപാടൊക്കെ ഉമ്മടുത്ത് കരത്തപ്പോൾ ഉമ്മക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഉമ്മ ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ഉമ്മക്ക് എന്നെ വല്ലാതായിപ്പോയിട്ട് ഉമ്മ ഒരുപാട് പൊട്ടിക്കളഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു, മോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ വിചാരിച്ചില്ല, എന്റെ മോളെ പോലെ ഞാൻ നിന്നെ കരുതുന്നത്. ഓക്കെ, അത്രയും കാലം സൗഹൃദത്തിലായിരുന്നു മരുമകൾ. പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മക്ക് അങ്ങ് തീരെ സഹിച്ചില്ല. ഉമ്മ അങ്ങ് പൊട്ടിക്കരിഞ്ഞു. അവർ സ്വന്തം മോളെ പോലെ ആയിരുന്നു ആമിനെ കണ്ടിരുന്നത്. അവർ തിരിച്ചൊന്നും പറഞ്ഞില്ല, പൊട്ടിക്കരിയുക മാത്രമാണ് ചെയ്തത്. വേറെ വല്ല അമ്മായിമ്മമാരായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഭൂകമ്പം നടന്നേനെ. ഇങ്ങനെയുള്ള അമ്മായിമ്മമാരെ കിട്ടാനും ഭാഗ്യം ചെയ്യണം. പിന്നെ ആമിനെ ഞാനിവിടെ കുറ്റം പറയുന്നില്ല കേട്ടോ. ഒന്നാമത് അവൾക്ക് ചെറിയ പ്രായമാണ്. പിന്നെ പ്രസവം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് പൊതുവെ ദേഷ്യം കൂടുതലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നടക്കുന്നതല്ലേ. പിന്നെ രാത്രി മര്യാദക്ക് ഉറങ്ങാനും കഴിയില്ല. എന്തായാലും ഉമ്മ കരഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. പിന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം നടക്കുന്നത്. ഉമ്മ ആലോചിച്ച് ടെൻഷനായി. അവസാനം ഉമ്മാക്കുള്ള ഞെരുമ്പ് സംബന്ധമായിട്ടുള്ള രോഗം വഷളായി. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 12ഓളം ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ആമിന പറയുന്നത്. എന്തായാലും ബാക്കിയൂടെ കേട്ടോ. ഉമ്മാക്ക് ഈ അസുഖം കൂടി ആണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കാരണമാണോ ഉണ്ടായത്, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മാക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് താങ്ങാൻ പറ്റിയില്ല. ഞാൻ ഉമ്മടുത്ത് ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഉമ്മയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു. ഞാൻ ഉമ്മടുത്ത് മാപ്പ് വെച്ചു, എനിക്ക് പുറത്തു തരണം. അത്ര വലിയ തെറ്റ് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ എത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്നുള്ളത്. ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉമ്മ അത്രയും റിയാക്ട് ചെയ്യണമെങ്കിൽ ഉമ്മാക്ക് എത്രത്തോളം സ്നേഹം എൻ്റെ അടുത്ത് ഉണ്ടായിട്ടായിരിക്കണം ഉമ്മ അങ്ങനെ റിയാക്ട് ചെയ്തെന്നുള്ളതാണ്. ഓക്കെ, ഉമ്മാക്ക് അമ്മയോട് അത്രയും സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് ടെൻഷൻ ആയതും സഹിക്കാൻ കഴിയാത്തതൊക്കെ. ഇങ്ങനെയുള്ള അമ്മായിമ്മമാര് വളരെ റയർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആമിനായിരിക്കും ഇപ്പോൾ ഹോസ്പിറ്റലായിട്ടുണ്ടാവും. ഇതിലും ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും വലിയ അലമ്പുണ്ടാക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ്. ബാക്കിയൂടെ കണ്ടോക്കാം. ഉമ്മ പാവം എൻ്റെ അടുത്ത് ഉമ്മ പറഞ്ഞില്ല. എൻ്റെ ഉമ്മച്ച കെയർ ചെയ്യുന്ന കണക്ക് നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഉമ്മക്ക് അതുകൊണ്ടൊന്നും അല്ല വന്നത്, ഉമ്മക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അത് ഉമ്മ പറയാഞ്ഞ, നിങ്ങളുടെ അടുത്തൊന്നും പറയാഞ്ഞതാ. ഉമ്മക്ക് പെട്ടെന്ന് കൂടിയപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഉമ്മ ആരുടെ പറയാഞ്ഞതാ, ഉമ്മക്ക് നേരത്തെ ഇതുണ്ടായിരുന്നു, മോള് വിഷമിക്കല്ലേ എന്ന് പറഞ്ഞു. പിന്നെ നൗഫലിൻ്റെ അടുത്ത് ഒരു കാരണവശാലും ഇത് പറയരുതെന്ന് പറഞ്ഞു. നൗഫൽ വിളിച്ച അമ്മ ഹോസ്പിറ്റലാണെന്ന് പോലും പറയണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവന്മാരെ മനസ്സോക്കിയങ്ങൾ. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ മകന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറഞ്ഞു ഗൾഫിലുള്ള മകനെ നാട്ടിലേക്ക് വരുത്തിയിട്ടുണ്ടാകും. ഈ ഉമ്മ പക്ഷേ അവനെ ഒരിക്കലും സംഭവം അറിയിക്കരുത്. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ മകനും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഉമ്മ ആഗ്രഹിച്ചത്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും നീ കാരണമല്ല മോളെ ഉണ്ടായതെന്നും പറഞ്ഞുകൊണ്ട് ഈ അമ്മായിമ്മ മരുമകളെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ അമ്മായിമ്മ ഒരു റയർ പീസാണ്. ഒരുപാട് പേർക്ക്, ഒരുപാട് അമ്മായിമ്മമാർക്ക്
മാതൃകയാക്കാൻ പറ്റിയൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോപ്പിക്ക് തിരഞ്ഞെടുത്തത്. സാധാരണ അമ്മായിമ്മമാരുടെ ദ്രോഹങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന മരുമക്കളെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. സോ ഇങ്ങനെ തന്റെ അമ്മായിമ്മയെ സ്വന്തം ഉമ്മയെക്കാളും അടിപൊളിയാണെന്ന് പറയുന്ന ഒരു മരുമകളെ കാണുമ്പോൾ അതെല്ലാവരും അറിയണമെന്ന് തോന്നി. നല്ല പോസിറ്റീവായ ഒരു കാര്യമില്ലേ. പിന്നെ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. കുടുംബത്തിനുള്ളിൽ മാത്രം ഒതുങ്ങേണ്ട സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നു. ഭാര്യയും ഭർത്താവും പരസ്പരം വഴക്ക് കൂടുന്നു, വാക്കേറ്റ് നടക്കുന്നു. അതിൽ കയറി അഭിപ്രായം പറയാൻ കുറെ ജഡ്ജികളും വന്നിരിക്കുന്നു. അങ്ങനെ പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. പക്ഷെ 10 കൊല്ലം മുമ്പേ നടന്നൊരു പരിപാടിയല്ലേ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനിയും ഇപ്പൊ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നല്ലൊരു മെസ്സേജ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം എടുത്തു വെച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഇവിടെ ഇപ്പൊ അമ്മിനെ ഇന്നീ ഉമ്മാനെ പണ്ടത്തെക്കാളും സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്നും ആ പ്രശ്നം ഉണ്ടായപ്പോ അവളെ കുറ്റം പറയാതെ അവളെ കൂടെ നിന്നതുകൊണ്ടാണ്. ഉമ്മാന്റെ പ്രായത്തിന് പക്വത ഉമ്മ കാണിച്ചു. അത് പിന്നീട് അവർക്കിടയിലുള്ള സ്നേഹം വർദ്ധിക്കാൻ കാരണമായി. മറിച്ച് ഉമ്മ അന്ന് അതൊരു വലിയ പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവരെല്ലാരും കൂടെ അടിച്ചു പിരിഞ്ഞേനെ, വലിയ പ്രശ്നമായി മാറിയേനെ. നൗഫലിന്റെ ഉമ്മായെ പോലെ എല്ലാവരും ചിന്തിച്ചിരുന്നെങ്കിൽ പല ജീവിതങ്ങളും എത്ര മനോഹരമായേനെ അല്ലെ. ഒരാളുടെ വിട്ടുവീഴ്ച കൊണ്ട് എത്ര പ്രശ്നങ്ങളാണ് അകന്നു പോകുന്നത് അല്ലെ. അതെ, ചില വിട്ടുവീഴ്ചകൾ അത്രത്തോളം മനോഹരമാണ് എന്ന് പറയാതെ വയ്യ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഇങ്ങനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.